നവകേരള സദസ്സിനിടെയുണ്ടായ സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല. ആലപ്പുഴയിൽ പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് മേഘ രഞ്ജിത്തിന് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടില്ല. കിടപ്പിലായതോടെ 25 ലക്ഷം രൂപ വായ്പയെടുത്ത് തുടങ്ങിയ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. ആലപ്പുഴ SP ഓഫീസിലേക്ക് നടന്ന മാർച്ചിനിടയിലാണ് മേഘയ്ക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത്. അവര് ചവിട്ടിയതാ പെടലിക്ക്. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാന വാക്കെന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇതിനകത്ത് ഇടപെടണം. പോലീസിന്റെ ലാത്തിവടി പ്രയോഗത്തിൽ തകർന്നു പോയതാണ് മേഘയുടെ ജീവിതവും സ്വപ്നവും. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസിന്റെ ജീവൻ രക്ഷാ പ്രയോഗം. യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ചിനിടെയാണ് പോലീസ് മേഘയെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മേഘ മാസങ്ങളോളം ആശുപത്രി കിടക്കയിലായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ടും ഒരു പണിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇനി മുന്നോട്ടുള്ളത് എന്താകും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ എത്ര ബാധ്യതകളും നമുക്ക് തീർക്കാം. പക്ഷെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം വേണ്ടേ? ഇതിൻ്റെയൊക്കെ അവസാന വാക്കെന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇതിനകത്ത് ഇടപെടണം. സാധാരണക്കാരിയാണ് ഞാൻ. ഇനി എന്നെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരു ആളുകളും വേറെ ആരുമില്ല. എനിക്കൊരു ആങ്ങളമാരോ വേറൊരു തണലോ എൻ്റെ അച്ഛനൊരു ജോലിക്കാരനോ ഒന്നുമല്ല. കണ്ണു കാണാൻ വയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ ഭർത്താവിന് സാമ്പത്തിക ബാധ്യതകൾ മൂലം ഒരുപാട് കടം പെരുകിയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനൊരു ഗതി ആർക്കും ഉണ്ടാകരുത്. നിലവിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മേഘ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോഴും തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.